2002 ഫെബ്രുവരി 3 അന്ന് പരിഹാസ്യനായി തലകുനിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോയ ദാദ കാത്തിരിക്കുകയായിരുന്നു 5 മാസങ്ങൾക്ക് ശേഷമുള്ള ഈ ദിവസത്തിനായി. ക്രിക്കറ്റ്സ് അൾട്ടിമേറ്റ് ത്രില്ലേഴ്സ് പാർട്ട് 3 ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് നാറ്റ്വസ് സീരീസ് ഫൈനൽ. ടോസ് നേടി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ടിന് ഓപ്പണർമാരായ നിക് നൈറ്റും മാർക്കസ് ട്രസ്കോത്തിക്കും മികച്ച തുടക്കം നൽകി. മികച്ച തുടക്കത്തിന് ശേഷം നിക് നൈറ്റ് പുറത്തായതോടെ പകരമെത്തിയത് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ സാക്ഷാൽ നാസർ ഹുസൈൻ. മാർക്കസ് ട്രസ്കോത്തിക്കിൻ്റെ തകർപ്പൻ സെഞ്ചുറിയുടെയും ക്യാപ്റ്റൻ നാസർ ഹുസൈൻ്റെ കന്നി സെഞ്ചുറിയുടെയും മികവിൽ ഇംഗ്ലണ്ട് 325-5 എന്ന ശക്തമായ നിലയിലെത്തി. വാങ്കഡയിലെ കഥാനായകൻ ആൻഡ്രൂ ഫ്ലിൻഡോഫും തകർപ്പൻ അടികളുമായി കളം നിറഞ്ഞു കളിച്ചു. മത്സരത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ തുടർച്ചയായി വിക്കറ്റ് വീഴ്ത്താനായതോടെ ഇംഗ്ലണ്ടിനെ 325 ഒതുക്കാൻ ഇന്ത്യക്കായി. എന്നാൽ 2000-ൻ്റെ തുടക്കത്തിൽ ഇതൊരു കൂറ്റൻ സ്കോർ തന്നെയായിരുന്നു. ശരിക്കും ഒരു ബാലികേറാമല. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്കായി സേവാഗും ഗാംഗുലിയും ചേർന്ന് നൽകിയത് സ്വപ്നതുല്യമായ തുടക്കമായിരുന്നു. സാക്ഷാൽ സേവാഗിനെ കാഴ്ചക്കാരനാക്കി ഒരു സഹ ഓപ്പണർ തകർത്തടിക്കുക എന്നുള്ള അത്യപൂർവമായ കാഴ്ചയ്ക്കും അന്ന് ലോർഡ്സ് സാക്ഷിയായി. ആഫ്റ്റർ വാങ്കഡെ ഗാംഗുലി വാസ് അബ്സല്യൂട്ട്ലി ഇൻ ഹിസ് ബീസ്റ്റ് മോഡ്. ദാദ 50-ലെത്തി നിൽക്കുമ്പോൾ സേവാഗിൻ്റെ സമ്പാദ്യം കേവലം 21 റൺസായിരുന്നു. വാങ്കഡയുടെ ഓർമ്മയിൽ ഗാംഗുലി കൊടുങ്കാറ്റായി മാറുകയായിരുന്നു. ദാദയെ പുറത്താക്കി അലക്സ് ട്യൂഡർ ഇംഗ്ലണ്ടിന് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു. അതോടെ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. 106-0 എന്ന നിലയിൽ നിന്നും 146-5 എന്ന നിലയിലേക്ക് അവിശ്വസനീയമായ തകർച്ച. അതെ, ഇത് 2 യുവാക്കളുടെ പോരാട്ടത്തിൻ്റെ കഥയാണ്. യുവരാജ് സിംഗ് ആൻഡ് മുഹമ്മദ് കൈഫ്. സച്ചിൻ്റെ വിക്കറ്റോടെ എല്ലാം അവസാനിച്ചെന്ന് കരുതിയ സമയത്ത് നിന്നും അവർ തുടങ്ങുകയായിരുന്നു. എ പെർഫെക്റ്റ് ബാലൻസ് ഓഫ് പ്യുവർ അഗ്രഷൻ ആൻഡ് റൊട്ടേഷൻ ഓഫ് സ്ട്രൈക്ക്. ഓരോ റൺസിനു വേണ്ടിയും അവർ വിയർപ്പൊഴുക്കി റൺ റേറ്റിനെ തങ്ങളുടെ വരുതിക്കും. തകർപ്പനടികളുമായി യുവരാജ് സിംഗ് 50 നേടി. അതോടെ കൈഫിന് ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഒരു നിർദ്ദേശം ലഭിച്ചു. യുവരാജിന് മാക്സിമം സ്ട്രൈക്ക് നൽകുക എന്നതായിരുന്നു അത്. എന്നാൽ അതിനു മറുപടിയായി കൈഫ് നൽകിയത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു തകർപ്പൻ സിക്സറായിരുന്നു. അതെ, കൈഫും അറ്റാക്കിംഗ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഏറെ താമസിയാതെ തൻ്റെ 50-ലേക്കും. അങ്ങനെ കളിയുടെ മൊമെൻറ്റം ഇന്ത്യൻ പക്ഷത്തേക്ക് പൂർണ്ണമായി തിരിഞ്ഞുവെന്ന് കരുതിയപ്പോൾ അതാ വരുന്ന ഒരു ബ്രേക്ക് ത്രൂ. പോൾ കോളിംഗ്വുഡിൻ്റെ നിരുപദ്രവകരമെന്ന് കരുതിയ പന്തിൽ യുവരാജ് വീണു. അതോടെ ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കപ്പെട്ടു. ആർത്ത് വിളിച്ചിരുന്ന ഇന്ത്യൻ ആരാധകർ പൊടുന്നനെ നിശബ്ദതയിലായി. അവസാന ഓവറുകളിൽ റണ്ണേ ബോൾ പോലും ദുഷ്കരമായിരുന്ന ആ കാലത്ത് ഇന്ത്യക്ക് വേണ്ടിയിരുന്നത് 51 പന്തിൽ 58 റൺസ്. കയ്യിലുണ്ടായിരുന്നത് 4 വിക്കറ്റുകളും. എന്നാൽ കൈഫിന് മികച്ച പിന്തുണ നൽകിക്കൊണ്ട് ഹർഭജൻ സിംഗ് ക്രീസിൽ നിലയുറപ്പിച്ചു. ബൗണ്ടറികൾക്കൊപ്പം റിസ്കി സിംഗിളുകളും ഡബിളുകളുമായി ഈ സഖ്യം മുന്നേറി. റൺ റേറ്റിൻ്റെ പ്രഷർ യാതൊരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ 34 പന്തിൽ നിന്നും 47 റൺസ് ഈ സഖ്യം കൂട്ടിച്ചേർത്തു. ഒടുവിൽ ഈ കൂട്ടുകെട്ടിനെ പൊളിക്കാൻ നാസർ ഹുസൈന് തൻ്റെ വജ്രായുധത്തെ തന്നെ വിളിക്കേണ്ടി വന്നു, ആൻഡ്രൂ ഫ്ലിൻഡോഫ്. അങ്ങനെ ഫ്ലിൻഡോഫിൻ്റെ തകർപ്പനൊരു യോർക്കറിൽ ഹർഭജൻ സിംഗ് വീണു. അപ്പോൾ ഇന്ത്യക്ക് ലക്ഷ്യത്തിലെത്താൻ 15 പന്തിൽ നിന്നും 12 റൺസ് വേണമായിരുന്നു. എന്നാൽ അടുത്ത പന്തിൽ കുംബ്ലയെ പുറത്താക്കി ഫ്ലിൻഡോഫ് വീണ്ടും ഇന്ത്യയെ ഞെട്ടിച്ചു. അങ്ങനെ 314-8 എന്ന നിലയിലേക്ക് ഇന്ത്യ വീണു. അതോടെ ഇന്ത്യയെ എത്രയും വേഗം ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ളതായി കൈഫിൻ്റെ ശ്രമം. 48-ാം ഓവറിലെ അവസാന പന്ത് തേർഡ് മാൻ ബൗണ്ടറിയിലേക്ക് പാഞ്ഞതോടെ ഇന്ത്യൻ ലക്ഷ്യം അവസാന ഓവറിൽ വെറും 2 റൺസായി ചുരുങ്ങി. അവസാന ഓവർ എറിയാൻ വന്ന ഫ്ലിൻഡോഫിൻ്റെ ആദ്യ പന്ത് ഡോട്ട് ബോളായിരുന്നു. രണ്ടാമത്തെ ഷോർട്ട് പിച്ച് ബോൾ വിക്കറ്റ് കീപ്പറുടെ കൈകളിലേക്ക്. ഇംഗ്ലണ്ട് ടീം ഒന്നടങ്കം അപ്പീൽ ചെയ്തു. ഗ്യാലറി ഒരു നിമിഷം സ്തബ്ധമായി. എന്നാൽ അമ്പയർ സ്റ്റീവ് ബക്കനറുടെ കൈകൾ പൊന്തിയില്ല. ഇന്ത്യക്ക് അനുകൂലമായി സ്റ്റീവ് ബക്കനർ എടുത്ത അപൂർവം തീരുമാനങ്ങളിലൊന്നും. അവസാന ഓവറിലെ 3-ാം പന്ത് കവർ പോയിന്റിലേക്ക് തട്ടിയിട്ട് സഹീർ ഓടി. കൈഫിൻ്റെ നെടുനീളൻ ഡൈവ് ഫീൽഡറുടെ ത്രോ ലക്ഷ്യം തെറ്റി ഫൈൻ ലെഗിലേക്ക്. ആ സമയം മതിയായിരുന്നു കൈഫിന് 2ാമത്തെ റൺസ് പൂർത്തിയാക്കി ഇന്ത്യയെ വിജയതീരത്തെത്തിക്കാൻ. 5 മാസങ്ങൾക്ക് മുമ്പ് ജേഴ്സി ചുഴറ്റി വാങ്കഡയിൽ വിജയാഘോഷം നടത്തിയ ഫ്ലിൻഡോഫ് തലകുനിച്ച് നിലത്തിരുന്നു. ഗ്യാലറിയിലേക്ക് പാഞ്ഞ ക്യാമറ കണ്ണുകൾ കണ്ടത് ജേഴ്സി ചുഴറ്റി ഒരു ഉന്മാദിയെപ്പോലെ തുള്ളിച്ചാടുന്ന ദാദയായിരുന്നു. യെസ്, കർമ്മ ഈസ് ലൈക്ക് എ ബൂമറാങ്. അതെ, ഇത് അയാളുടെ കഥയാണ്, അയാളുടെ പ്രതികാരത്തിൻ്റെ കഥ. ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയെ വിജയിക്കാൻ പഠിപ്പിച്ച ഇന്ത്യയുടെ സ്വന്തം ദാദയുടെ കഥ. പ്രിൻസ് ഓഫ് കൊൽക്കത്ത സൗരവ് ഗാംഗുലിയുടെ കഥ. Please subscribe for more.